243 വോട്ടുകൾക്ക് മുന്നിൽ. മണലൂരിൽ ടി എൻ പ്രതാപൻ 43 വോട്ടുകൾക്ക് മുന്നിൽ. പുള്ളൂരിൽ സി അജയപ്രസാദ് 253. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിൽ 25 വോട്ടുകൾക്കാണ് മുന്നിൽ. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 25 വോട്ടുകൾക്ക് മുന്നിൽ. പുതുവയിൽ സി എച്ച് കുഞ്ഞമ്പു 82 വോട്ടുകൾക്ക് മുന്നിൽ. വർക്കലയിൽ LDF മുന്നിൽ. വർക്കലയിൽ തുടക്കത്തിൽ വി ജോയ് LDF മുന്നിൽ, വർക്കല കഹാർ പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോഴും KB ഗണേഷ് കുമാറും ചിഞ്ചു റാണിയും മുന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു. തൃത്താലയിൽ ബൽറാം ലീഡ്, അവിടെ MP രാജേഷ് പിന്നിൽ. MP രാജേഷ് ഇപ്പോഴും പിന്നിൽ. കോങ്ങാട് LDFന്റെ ലീഡാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ MP രാജേഷ് പിന്നിട്ട് നിൽക്കുന്നു. ചിഞ്ചു റാണി ലീഡ് തിരിച്ചു പിടിച്ചു. റോഷി അഗസ്റ്റിൻ ലീഡ് തിരിച്ചു പിടിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു. ശിവൻകുട്ടി മുന്നിൽ. നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ 47 വോട്ടുകൾക്ക് മുന്നിൽ. വണ്ടൂരിൽ AP അനിൽകുമാർ 33 വോട്ടുകൾക്ക് മുന്നിൽ. കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ആദ്യ ലീഡ് 21 വോട്ടുകൾക്കാണ്. കുന്നത്തൂരിലെ ആദ്യ ലീഡ് ഫലം വരുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കോട്ടയം ജില്ലയിൽ വൈക്കത്തും കാഞ്ഞിരപ്പള്ളിയിലും LDF ലീഡ് ചെയ്യുകയാണ്. അതേസമയം പൂഞ്ഞാറിലും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് തുടരുകയാണ്. വൈക്കം, കാഞ്ഞിരപ്പള്ളി, ഇതാണ് LDFന്റെ ലീഡ് കിട്ടുന്ന ഇപ്പോഴത്തെ മണ്ഡലങ്ങൾ. തൃത്താലയിൽ ഇപ്പോഴും ബൽറാം മുന്നിൽ. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 54 വോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടകം സുരേഷിനെ ഇറക്കിയുള്ള പരീക്ഷണം വിജയം കാണുന്നു എന്നതിന്റെ സൂചന. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 151 വോട്ടുകൾക്ക് മുന്നിൽ. കൊട്ടാരക്കരയിൽ 151 വോട്ടുകൾക്ക് KN ബാലഗോപാൽ മുന്നിൽ. കഴക്കൂട്ടത്ത് നേരത്തെ പറഞ്ഞ പോലെ കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് തിരിച്ചു പിടിക്കുന്നു. മന്ത്രി ചിഞ്ചു റാണി മുന്നിൽ കയറിയിരിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു റാണി 28 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടിയുണ്ട്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. LDF 56, UDF 50 എന്ന രീതിയിൽ LDFന്റെ ലീഡ് കൂടുന്നു. NDA 2 സീറ്റിൽ, മറ്റുള്ളവർ 1 എന്നുള്ളത് G സുധാകരനാണ്. ഇപ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 56-50 എന്നുള്ളതാണ് കണക്ക്. PC വിശ്വനാഥ് കുണ്ടറയിൽ ഇപ്പോഴും മുന്നിലാണ്. ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാർ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരം വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണ്ഡലങ്ങളിൽ NDAയുടെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ NDA പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു മണ്ഡലങ്ങളും NDA ലീഡില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, അരുവിക്കരയിൽ VS ശിവകുമാർ മുന്നിലാണ് 121 വോട്ടുകൾക്ക്. റാന്നിയിൽ പഴകുളം മധു 125 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന കണക്കുണ്ട്. റാന്നിയിൽ പഴകുളം മധു മുന്നിലാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ 151 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു മുന്നിട്ട് നിൽക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF ലീഡ് ചെയ്യുന്നു. നാട്ടകം സുരേഷ്, കോട്ടയത്ത് UDFന് അനുകൂലമായ ഒരു നിലയുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് പല മണ്ഡലങ്ങളിലും 64 വോട്ടുകൾക്ക് മൂവാറ്റുപുഴയിൽ മുന്നിൽ.